ഫ്രണ്ട്സ്, നമുക്കൊരു ദുരന്തം വന്ന് നമ്മളെല്ലാം ഒറ്റക്കെട്ടാന്നുള്ള തെളിവാട്ടോ എൻ്റെ ഈ കാണുന്ന വീഡിയോ സക്സസ് ആയത്. 1 മണിക്കൂറും കൊണ്ട് എനിക്ക് ഒരുപാട് കോൾ വന്നു. ഞാനതൊക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി കടവൂരിൽ നിന്ന് വണ്ണപ്പുറം പഞ്ചായത്ത് ഫുള്ള് കവർ ചെയ്യേണ്ടി വന്നു. ഏകദേശം നമ്മൾ 2 വണ്ടിയോട് വണ്ടി നിറച്ച് ലോഡ് കിട്ടി. അസോർട്ടഡ് ആയിട്ടാണ് ലോഡ് കിട്ടിയത്. അതെല്ലാം നമ്മൾ സോർട്ട് ചെയ്ത് ബോക്സാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എത്തേണ്ട കൈകളിലും എത്തിക്കും. നമ്മുടെ വണ്ണപ്പുറം പള്ളിയിലാണ് ഇപ്പോൾ നമ്മുടെ നിലയിലുള്ളത്. അവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാധനങ്ങൾ വാങ്ങുകയാണ്. അപ്പോൾ മിഷൻ ലീഗിൻ്റെ ആൾക്കാരും മറ്റേ പള്ളിയിലെ ഇടവക പ്രവർത്തകരെല്ലാവരും ഉണ്ട് നമ്മുടെ ഒപ്പം. അപ്പോൾ അവരെ നമ്മൾ ഏറ്റുവാങ്ങുകയാണ്. ഓൾറെഡി നമ്മുടെ വണ്ടിക്ക് കുറച്ച് ഓൾറെഡി ലോഡ് ഫുള്ളാണ്. അപ്പോൾ നമ്മൾ വേറെ വണ്ടികളെ കളക്ട് ചെയ്തിട്ടാണ് അപ്പോൾ അതിനധികം നമ്മൾ ലോഡ് കളക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സഹായിച്ച എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ ഈ സഹായമായിട്ട് പലരും ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കള്ളു കുടിക്കാൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പൈസ കൊണ്ടാക്കി കളയുന്നത് അല്ലെങ്കിൽ മേടിക്കുന്നതൊക്കെ ഒന്ന് പലരും ചോദിച്ചു. അത് അല്ല എന്ന് ഞാനിത് എവിടെ കൊണ്ടു എത്തിക്കും എന്നുള്ളത് കാണിച്ചിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ കാണിക്കുന്നത്. നമ്മൾ വിചാരിച്ചതിലൊക്കെ കൂടുതൽ സാധനങ്ങളാണ്. നമുക്ക് 2 വണ്ടി നിറച്ച സാധനങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഈ ഇരിക്കുന്ന സാധനങ്ങൾ ഫുള്ള് നമ്മുടെ കിട്ടിയതാണ്. എല്ലാം ഒരുപോലെ കിട്ടിയ സാധനങ്ങളാണ്. അപ്പോൾ പല തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ സോർട്ട് ചെയ്തിട്ട് നമ്മൾ നിലവിലിപ്പോൾ എല്ലാം ക്ലിയർ ചെയ്ത് അടുക്കി ഓരോ ബോക്സിനകത്താക്കി നമ്മൾ മെൻഷൻ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പൊ അതിന്റെ തിരക്കിലാണ് ഇപ്പോൾ. എല്ലാവർക്കും വളരെ നന്ദി. ഒരുപാട് കെട്ടുകളായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ തിരിഞ്ഞ് ഓരോ ബോക്സിനകത്താക്കി ലേബൽ ചെയ്താണ് ഞങ്ങൾ പാക്ക് ചെയ്ത് വണ്ടി കയറ്റി അടുക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഞങ്ങൾ ഉറപ്പായിട്ടും അവിടെ എത്തിച്ചിട്ടുള്ള വീഡിയോ ഞങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു ആഗ്രഹം തോന്നിയോണ്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള സാധനങ്ങൾ ഏകദേശം നമ്മളെല്ലാം കെട്ടി അതിൻ്റെതായ രീതിയിൽ പാക്ക് ചെയ്ത് നമ്മുടെ വണ്ടിയിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് സാധനങ്ങൾ നമ്മൾ മൂവാറ്റുപുഴ സൈഡിൽ നമ്മൾ കുറച്ച് കളക്ട് ചെയ്യാനുണ്ട്. കുറച്ച് ബെഡ്ഷീറ്റ്, കുറച്ച് പില്ലോ, ബക്കറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, കുറച്ച് ആവശ്യ സാധനങ്ങൾ കുറച്ച് നമുക്ക് മൂവാറ്റുപുഴയിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ അതും കൂടെ കളക്ട് ചെയ്ത് ബാക്കി കുറച്ച് വെള്ളം, അരി സംഭവങ്ങൾ നമ്മൾ അവിടെ തന്നെ കളക്ട് ചെയ്ത് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ എടുത്ത് അവിടെ കൊടുക്കാനുള്ള പരിപാടിയാണ് ചെയ്തത്. അപ്പോൾ ഇതിനുവേണ്ടി ഒരുപാട് അധികം പ്രവർത്തിച്ച സുമനസ്സുകളാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. 1-2 ഫോൺ കോൾ ചെയ്തപ്പോൾ നമ്മുടെ ഒപ്പം ഓടിപ്പാഞ്ഞെത്തി എല്ലാ കാര്യങ്ങൾക്കും ആദ്യം തൊട്ട് അവസാനം വരെ അത് പാക്ക് ചെയ്ത് വണ്ടി ലോഡ് ചെയ്യുന്നവരെ എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു. കൂടാതെ നമ്മൾ ഒരു വാക്ക് ചോദിച്ചു ചെല്ലുമ്പോൾ കൈ നിറയെ സാധനങ്ങൾ എടുത്തു തരുന്ന ഒരുപാട് വ്യാപാരികൾ, ഒരുപാട് സുമനസ്സുകൾ, പുറത്തു നിന്നുള്ള ആൾക്കാർ, നമ്മുടെ കമ്പനിയുടെ ആൾക്കാർ, മറ്റുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പള്ളി, നമ്മുടെ വണ്ണപ്പുറം ടൗൺ പള്ളി, ഞാറക്കാട് പള്ളി, മിഷൻ ലീഗ്, അതുപോലെ പല പേരെടുത്ത് പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള ഒരുപാട് സുമനസ്സുകൾ നമ്മളെ കൈ അഴിഞ്ഞ് സഹായിച്ചു. ഇനിയും നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ ഒറ്റപ്പെട്ടു പോകില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടാന്നുള്ള തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ആ ഒരേ മനസ്സോടെ നമുക്ക് ഇനിയും ഇതുപോലുള്ള അതിജീവിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും, എല്ലാ സുമനസ്സുകളും നമ്മളെ സഹായിച്ചതും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ.